ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഇരുതല വാൾ ദൈവവചനം ഹീബ്രു 4:12 വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട്. ഇന്ന് നമ്മൾ കാണുന്നത് വെളിപാട് അധ്യായം 2:12 മുതലുള്ള തിരുവചനങ്ങൾ. പെർഗാമോസിലെ സഭയുടെ ദൂതനെ എഴുതുക. മൂർച്ചയേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു, നീ എവിടെ വസിക്കുന്നെന്ന് എനിക്കറിയാം. സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ. എങ്കിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു. സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവെടിഞ്ഞില്ല. എങ്കിലും നിനക്കെതിരായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിന്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നിക്കോളാസ് പക്ഷക്കാരുടെ പ്രബോധനങ്ങളെ മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട്. അതുകൊണ്ട് അനുദപിക്കുക, അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നു എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. അവന് ഞാൻ ഒരു വെള്ളക്കല്ല് കൊടുക്കും, അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും. അതെന്താണെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. പ്രിയപ്പെട്ടവരെ, പെർഗാമോസിലെ സഭയ്ക്ക് എഴുതിയ ദൈവവചനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഈ സഭ സാത്താന്റെ സിനഗോഗ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പെർഗാമോസിലെ സഭയ്ക്ക് കറക്ഷൻ കൊടുക്കുമ്പോൾ, തിരുത്തൽ കൊടുക്കുമ്പോൾ സാത്താന്റെ സിനഗോഗ് എന്നാണ് ഇതിന്റെ പശ്ചാത്തലം. സഭയുടെ പശ്ചാത്തലം റോമൻ സാമ്രാജ്യത്തിലെ പ്രധാന സാംസ്കാരിക ഭരണ കേന്ദ്രമാണ് പെർഗാമോസ്. അപ്പൊ ഒരു വാണിജ്യ കേന്ദ്രമാണ്, വ്യവസായ കേന്ദ്രമാണ്. ഇതുകൊണ്ട് തന്നെ അവിടെ വ്യാപാരം ചെയ്യാനായിട്ട് വരുന്ന എല്ലാ മക്കളും വിഗ്രഹങ്ങളെ പൂജിക്കുക, അല്ലെങ്കിൽ രാജാവിനെ പൂജിക്കുക, അതൊക്കെ ഒരു പതിവായി തീരുന്നു. അതുകൊണ്ടാണ് വ്യാജ ദേവന്മാരുടെ ക്ഷേത്രങ്ങളും ചക്രവർത്തി പൂജകളും അവിടെ പതിവായിട്ട് വന്നു. അതൊരു സാംസ്കാരിക ഭരണ കേന്ദ്രമായതുകൊണ്ട്. സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലം എന്നാണ് യേശു ഈ പെർഗാമോസിലെ സഭയെ വിശേഷിപ്പിക്കുന്നത്. ഇനി ക്രിസ്തു സ്വയം വിശേഷിപ്പിക്കുന്നു. നമ്മൾ ഇതിൽ 3-4 തരത്തിൽ കണ്ടു. ആദ്യം തന്നെ സഭ എന്താണെന്ന് പറയുന്നു, പിന്നെ യേശുവിനെ വിശേഷിപ്പിക്കുന്നു, ചിത്രീകരിക്കുന്നു, പിന്നീട് അവരുടെ നന്മകൾ പറയുന്നു, പിന്നീട് തിരുത്തലുകൾ കൊടുക്കുന്നു, ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന ഉപദേശം കൊടുക്കുന്നു. എല്ലാം ചെയ്തു കഴിയുമ്പോൾ പ്രതിഫലം, സമ്മാനം എന്ത് കിട്ടുന്നു, അവസാനം പറയുകയാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. എല്ലാ സഭകളോടും ഈ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ക്രിസ്തു വെളിപ്പെടുത്തുന്നത് നമ്മുടെ ഈ എപ്പിസോഡിന്റെ ഹെഡിങ് തന്നെയാണ്, തലക്കെട്ട് തന്നെയാണ്. ഇരുവായ് തലവാൾ എന്ന് പറയുമ്പോൾ ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമായ ഇരുതല വാളാണ്. ഇവിടെ ഇരുതല വാൾ എന്ന് പറയുമ്പോൾ ദൈവവചനമാണ് പറയുന്നത്. ദൈവവചനത്തെയും ന്യായവിധിയെയുമാണ് യേശുവിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. പിന്നീട് പ്രശംസിക്കുകയാണ്. ഒരുപാട് സഭാ പീഡനങ്ങളിലൂടെയും എതിർപ്പുകളുടെയും കടന്നു പോയിട്ടും ക്രിസ്തു വിശ്വാസം നിങ്ങൾ ഉപേക്ഷിച്ചില്ല. ക്രിസ്തുവിനായി ജീവൻ കൊടുക്കാൻ പോലും നിങ്ങൾ തയ്യാറായി. അതിനാണ് അന്തിപ്പാസ് എന്ന രക്തസാക്ഷിയെ ആ ഒരു ഇതിൽ ബൈബിൾ എടുത്തു പറയാണ്, ഒരു രക്തസാക്ഷി എടുത്തു പറയാണ്. പിന്നീട് തിരുത്തലുകളും മുന്നറിയിപ്പും പ്രതിഫലവുമാണ് സൂചിപ്പിക്കുന്നത്. ഇതിലെ വിഗ്രഹാരാധന, വ്യഭിചാരം, ഈ വിഗ്രഹ ആരാധനയിലേക്കും വ്യഭിചാരത്തിലെയും അവിടെ വരുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായതിന് അവിടെ വരുന്ന എല്ലാവരും, അതുപോലെ ചക്രവർത്തി പൂജ, ഇതൊക്കെ ശക്തമായിട്ട് അവിടെ നടന്നു വന്നിരുന്നത് കുറ്റപ്പെടുത്തുകയാണ്. ഇനി നിക്കോളാസ് പക്ഷക്കാരുടെ അധർമ്മം, അപ്പൊ ഇതൊക്കെ ഇവരുടെ ധാർമ്മിക അധപതനത്തിന് കാരണമായി തീർന്നു.
ഇനി ഇത്രമാത്രം അറിയിപ്പ് നൽകിയിട്ടും മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ വാളുകൊണ്ട്, വായിലെ വാളുകൊണ്ട് എന്ന് പറയുമ്പോൾ വചനം, ദൈവവചനം കൊണ്ട് തന്നെയാണ്, ഞാൻ യുദ്ധം ചെയ്യും, നിങ്ങളോട് യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജയിക്കുന്നവരും ഇതിനൊക്കെ ഇതിനെല്ലാം വിഗ്രഹാരാധന, വ്യഭിചാര കൃത്യങ്ങള്, ഇതിനൊക്കെ ഓവർകം ചെയ്ത് അതിനൊക്കെ ജയിച്ചു മാനസാന്തരപ്പെടുന്നവർക്ക് എന്താണ് പറയുന്നത്? ലോകത്തിന്റെ മീതെ തന്നെ ഒരു സ്വർഗീയ ജീവൻ കൊടുക്കുന്നു. അതുപോലെ മറഞ്ഞിരിക്കുന്ന മന്ന പ്രതിഫലമായി. അപ്പൊ ഏറ്റവും അവസാനം പ്രതിഫലമാണ് നൽകുന്നത്. തിരുത്തലുകളും മുന്നറിയിപ്പും അവരെ പ്രശംസിക്കലും എല്ലാം കഴിയുമ്പോൾ ഇതൊക്കെ ചെയ്ത് മാനസാന്തരപ്പെട്ടാൽ, ഇതിനൊക്കെ വിജയം വരിക്കുന്നവൻ, വിശ്വാസം മുറുകെ പിടിക്കുന്നവൻ, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവർക്ക് എന്ത് നൽകും? ജീവന്റെ മന്ന നൽകുന്നു, മറഞ്ഞിരിക്കുന്ന മന്ന നൽകുന്നു, സ്വർഗീയ ജീവൻ നൽകുന്നു എന്നാണ് പറയുന്നത്. ഇനി എന്താണ് പ്രതിഫലം? പ്രതിസമ്മാനമായിട്ട് കൊടുക്കുന്നത് വെളുത്ത കല്ലാണ്. ഈ വെളുത്ത കല്ലിലെ പുതിയ നാമം കൊത്തിവെച്ചുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. പിന്നീട് ഇതിൽ കാണുന്നത് നമുക്കറിയാം, ലോകത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഈ സഭകളോട് പറയാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, വിഗ്രഹാരാധന ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവര്, ആരാധനയോടൊപ്പം വരുന്നതാണ് വ്യഭിചാരം. അപ്പൊ ചക്രവർത്തിമാരെ പൂജിക്കണം, എല്ലായിടത്തും ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് വിഗ്രഹാരാധന, ഇതിനെ തുടർന്ന് വ്യഭിചാരം, ഇതിലേക്കെല്ലാം അവിടെ വരുന്ന ദൈവജനത്തെ നയിക്കുന്നത് കൊണ്ടാണ് പർഗോമോസിനോട് പറയുന്നത്, സാത്താന്റെ സിനഗോഗ്, അല്ലെങ്കിൽ സാത്താൻ ഒരു സ്ഥലം തന്നെ നീ ആ ദേശത്ത് സഭയിലെ ഒരുക്കിയിരിക്കുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് ഈ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തെയും പിന്നെ വേറെ പലതും നമ്മൾ പൂജിക്കുന്നുണ്ടോ എന്ന് നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം. ദൈവത്തിനാണോ എൻ്റെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ സഭകളെ തിരുത്തുമ്പോൾ എന്നെയുമാണ് തിരുത്തുന്നത്. ആമേൻ.